അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ബിസിനസ് മൂല്യം പെരുപ്പിച്ചുകാട്ടി ബാങ്കുകളെ വഞ്ചിച്ചെന്ന കേസിൽ $355 മില്യൺ പിഴയടയ്ക്കണം. ന്യൂയോർക്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് 3 വർഷത്തേക്കാണ് വിലക്ക്. കമ്പനി ഓഫീസറായോ ഡയറക്ടറായോ പ്രവർത്തിക്കുന്നതിനും വിലക്കുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ട്രംപ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത, ട്രംപിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. ബിസിനസ് മൂല്യം പെരുപ്പിച്ചുകാട്ടി ബാങ്കുകളെ വഞ്ചിച്ചെന്ന കേസാണ്. എന്താണ് ഈ കേസ്? കൂടുതൽ വിവരങ്ങൾ. ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു കേസിൽ കൂടി തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ന്യൂയോർക്ക് കോടതിയിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു കേസിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബിസിനസ് മൂല്യം പെരുപ്പിച്ച് കാണിച്ചു എന്ന കേസിലാണ് ട്രംപിന് ഇപ്പോൾ ന്യൂയോർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ $355 മില്യൺ പിഴയടയ്ക്കണം എന്നാണ് ന്യൂയോർക്ക് കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ പിഴയ്ക്ക് പുറമെ മറ്റ് കുറേ നിബന്ധനകൾ കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ന്യൂയോർക്കുകളെ ബാങ്കുകളിൽ ട്രംപിന് വായ്പയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് അടുത്ത 3 വർഷത്തേക്കാണ് ഇത്തരത്തിലൊരു വിലക്ക് ന്യൂയോർക്ക് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടർ ആകുന്നതിനോ അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനോ ട്രംപിന് കഴിയില്ല എന്ന മറ്റൊരു നിബന്ധന കൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു കേസിൽ കൂടി വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു കേസ്, അതായത് ഈ നടിയും മോഡലുമായ സ്റ്റോമി ഡാനിയൽസിന് പണം നൽകി എന്നൊരു കേസ് ദിവസങ്ങൾക്ക് മുമ്പാണ് കോടതി പരിഗണിച്ചത്. ആ കോടതിയിലും ട്രംപിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് അതിന്റെ ക്രിമിനൽ വിചാരണയ്ക്ക് ട്രംപ് വിധേയനാകണം എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അടുത്ത മാസം അതുമായി ബന്ധപ്പെട്ട വിചാരണ ആരംഭിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്.